ഈ ഗ്രാമത്തിലെ മനുഷ്യരെ അറിയാതെ ഒന്ന് തൊട്ടുപോയാലുണ്ടല്ലോ, പോക്കറ്റിൽ നിന്ന് രൂപ 3500 പോയി കിട്ടും. അതെ, മനുഷ്യനെ തൊട്ടാൽ പിഴ ഈടാക്കുന്ന വിചിത്ര ഗ്രാമം. ഇവിടുത്തെ ക്ഷേത്രത്തിൽ അറിയാതെ കയറിപ്പോയാലും ഇതുതന്നെയാണ് ശിക്ഷ. നിങ്ങളുടെ ഹിമാചൽ യാത്രയിൽ ഉൾപ്പെടുത്തേണ്ട ഗ്രാമങ്ങളും ഇടങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. റീൽ സേവ് ചെയ്തു വെച്ചോളൂ. ഹിമാലയൻ യാത്രയ്ക്കൊരുങ്ങുന്ന സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തോളൂ. മലാന എന്ന അത്ഭുത ഗ്രാമത്തിൽ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ വിചിത്രമായ കാര്യങ്ങളാണ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ പടയാളികളുടെ പിന്മുറക്കാരെന്ന് സ്വയം വിശ്വസിക്കുന്ന ഇവർക്ക് പുറം ലോകവുമായി ബന്ധമില്ല. വിചിത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയായി വർഷങ്ങൾ പിറകിലാണ് ഇവർ ജീവിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മുന്തിയ ചരസ് ലഭിക്കുന്ന ഇടമാണ് മലാന. ഇവിടുത്തെ അടുക്കളത്തോട്ടം വരെ ഈ ചെടി തഴച്ചു വളരുകയാണ്. ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഷിംലയിൽ നിന്ന് 260 കിലോമീറ്റർ അകലെയാണ് മലാന. ഷിംലയിൽ നിന്ന് കസോളിൽ എത്തിയാണ് ഞാൻ മലാന സന്ദർശിച്ചത്. കസോൾ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. പാർവതി നദിയുടെ തീരത്തെ അതിമനോഹരമായ ഗ്രാമമാണ്. മിനി ഇസ്രായേൽ എന്നറിയപ്പെടുന്ന ഏറ്റവും അധികം ഇസ്രായേൽ സഞ്ചാരികൾ എത്തുന്ന ഒരു ഹീലിംഗ് സ്പോട്ട് കൂടിയാണ് കസോൾ. കസോളിൽ നിന്ന് മലാനയിലേക്കെന്ന പോലെ നിങ്ങൾക്ക് തോഷ് വില്ലേജിലേക്കും പോകാം. ഹിമാചൽ ഗ്രാമങ്ങളുടെ സൗന്ദര്യവും പഹാഡി മനുഷ്യരുടെ ജീവിതവും തോഷ് വില്ലേജിലേക്കുള്ള യാത്രയിൽ തൊട്ടറിയാം. നിങ്ങളുടെ ഹിമാചൽ യാത്രയിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊരു കാര്യമാണ് അടൽ ടണലിലൂടെയുള്ള ബൈക്ക് യാത്ര. റോത്താങ് പാസിലേക്ക് 9 കിലോമീറ്റർ ദൂരമുള്ള ഈ ടണലിലൂടെ യാത്ര ചെയ്യാം. തുരങ്കത്തിലെ തണുപ്പും തുരങ്കത്തിൽ നിന്ന് പുറത്തു കടക്കുമ്പോഴുള്ള കാഴ്ചയും പ്രത്യേക അനുഭൂതി സമ്മാനിക്കും. ഹിമാചലിലെ ഏതു ഗ്രാമത്തിൽ ചെന്നാലും നിങ്ങൾക്ക് ഹോം സ്റ്റേകൾ കുറഞ്ഞ ചിലവിൽ ലഭിക്കും. പരമ്പരാഗത ഭക്ഷണമായ സിദ്ധു, ഹിമാചലി ധാമി, നോൺ വെജ് സ്പെഷ്യലായ ചാ ഗോഷ്ത്, സാൾട്ടഡ് ബട്ടർ ചേർത്ത തണുപ്പകറ്റാനുള്ള ബട്ടർ ടീ എന്നിവയൊക്കെ രുചിച്ചു നോക്കാം. ഹിമാചൽ ആപ്പിളുകൾ കൊണ്ടുണ്ടാക്കുന്ന ചൂടുള്ള ആപ്പിൾ പൈക്ക് പ്രത്യേക രുചിയാണ്. ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ തേൻ ലഭിക്കുന്ന ഇടം കൂടിയാണ് ഹിമാചൽ പ്രദേശ്. ലൈവായി തേൻ സംസ്കരണം കാണാനും വാങ്ങാനും മിക്ക ഇടങ്ങളിലും അവസരമുണ്ട്. അപ്പോൾ ശരി, റീൽ പരക്കെ ഷെയർ ചെയ്തോളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.